ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വെളുപ്പിന് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒറിയോടെ ഒരു ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞത് അവർ തലേ ദിവസം നമ്മുടെ പള്ളുരുത്തി വെളിയിൽ കുട്ടൻ ചേട്ടൻ്റെ ഒരു നല്ല ഫ്രൂട്ട് സാലഡൊക്കെ കിട്ടുന്ന കടയുണ്ട് കേട്ടോ ഇവിടെ കൊച്ചിയിൽ. അപ്പം അവർ ഇടയ്ക്ക് പോയിട്ട് അച്ഛനും മോനും കൂടി പോയി കഴിക്കും. കാരണം ഞാൻ ഓഫീസിലാണല്ലോ രാത്രി. അങ്ങനെ ഇവർ എനിക്ക് വേണ്ടിയിട്ട് പാർസൽ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കേട്ട പാടെ വേഷം പോലും മാറാതെ ഞാൻ ഓടി ചെന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഈ സാധനം അങ്ങോട്ട് എടുത്തു. എനിക്കിത് ഇതുപോലത്തെ മെൽറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇഷ്ടം. കാരണം എനിക്ക് തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്കിങ്ങനെ മെൽറ്റഡ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അത് മുഴുവനും അങ്ങോട്ട് തട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത്ര ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാൾക്ക് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നിറയും. പിന്നെ പോയി കിടന്ന് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഒരു 1:30 മണി 2 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇനി എന്തെന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ലക്ഷ്മിക്കുട്ടി വിളിച്ചത്. അങ്ങനെ എൻ്റെ മോള് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്താ അമ്മയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ചു. ശങ്കറിൻ്റെ അടുത്തും ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ നോണൊന്നും കഴിക്കാനുള്ള ഉദ്ദേശമില്ല. അപ്പോൾ പിന്നെ അവൾ കുറേ ശാന്തിലാൽ നിന്ന് കുറേ സ്വീറ്റ്സ് ഓർഡർ ചെയ്തു. അതൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് ഡ്രിങ്ക്സും ഐസ്ക്രീമും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കും ശങ്കരനും മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതേ കലാക്കാന്തുണ്ട്, മൈസൂർ പാക്ക് ഉണ്ട്, ജിലേബി ഉണ്ട്, പിന്നെ കാട്ടികയുണ്ട്, പിന്നെ 2-3 ഡ്രിങ്ക്സ് മേടിച്ചു. ഐസ്ക്രീം ഉണ്ട്, ഇതായിരിക്കുന്നു. സ്ട്രോബെറി ഞാൻ ലൂസി ഇവളോട് പറഞ്ഞു സ്ട്രോബെറി എനിക്ക് കഴിക്കാൻ തോന്നണമെന്ന്, അതുകൊണ്ട് സ്ട്രോബെറി മേടിച്ചു. പിന്നെ സമോസ, ശാന്തിലാലിലെ സമോസ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷവുമായി അടുത്ത ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.